എല്ലാ പരീക്ഷയും പോലെ തന്നെ ഈ പരീക്ഷയും 2 കാറ്റഗറി ആയിട്ടാണ് നടക്കുന്നത്. പ്രിലിമിനറിയും മെയിൻസും. അപ്പോൾ ഇപ്പം ചോദിക്കുന്നത് പ്രിലിമിനറിക്കുള്ള സിലബസാണ് ഇടുന്നത്. ഇത് മുഴുവനായി 5 സെക്ഷനിൽ നിന്നാണ്. പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, അതുപോലെ തന്നെ ബയോളജി, പിന്നെ ഇതുപോലെ തന്നെ കണക്ക്. 2 ഇതായിട്ടാണ് കണക്ക് തിരിയുന്നത്. ഇതിൻ്റെ എല്ലാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം നമ്മൾ പഠിക്കാൻ. കൂടുതൽ മാർക്ക് ഇതിനാണ് കിട്ടുന്നത്. അതുതന്നെ കൂടുതൽ ആവർത്തിച്ച് പഠിക്കുക. കാരണം അതിൽ നിന്നായിരിക്കും കൂടുതൽ പാടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ GK, അതുപോലെ തന്നെ നവോത്ഥാനത്തിന് ശേഷം കേരളം. അപ്പം കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി മുതലായ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ കറണ്ട് അഫെയർസും ജനറൽ നോളജും ഒക്കെ കൂടുതലായിട്ടും വരുന്നത്. ഇത് വാങ്ങിച്ച് പഠിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഏതൊരു മീഡിയവും, കിട്ടുന്ന ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ അത്രയും ബുക്കുകൾ റെഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ 1ാം റാങ്കിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിരുകൾ, അതുപോലെ തന്നെ ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ. ഇപ്പോൾ ഇന്ത്യയിൽ ഈ അടുത്താണ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. മീൻസ് ഇന്ത്യയിൽ പൊതുവായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ് എവിടെ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം സോഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. മെയിനായിട്ടും സിലബസ് മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ കറണ്ട് അഫെയർസ് അത്രയും പറ്റില്ലാത്തവർ മാത്രം, അല്ല പറ്റുന്നവർ മാത്രം കറണ്ട് അഫെയർസ് പഠിച്ചാൽ മതി. കറണ്ട് അഫെയർസ് പോകാനും പോട്ടെ നോക്കണം. ബാക്കി അപ്പം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിച്ചാൽ മതി, റാങ്ക് വാങ്ങിക്കാം. അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതായത് ഫ്രീഡം ഓഫ് ഇന്ത്യ ശേഷമുള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു, ആരാണ് നേതൃത്വം കൊടുത്തത്, പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. മീൻസ് ഓരോരോ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, ഇവരെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. ഇവിടെ നിന്നാണ് ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് 12, 13 മാർക്കെല്ലാം അഡീഷണലായിട്ട് കയറി വരും. അതുപോലെ തന്നെ പൗരൻ്റെ അവകാശങ്ങൾ, കടമകൾ, ചിഹ്നങ്ങൾ, ദേശീയഗീതം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷന്, വിവരാവകാശ കമ്മീഷന്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റുകളാണ്. കൂടുതലും വരാൻ ചാൻസുള്ള മെയിൻ സ്പോട്ടാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദി, കായൽ, വൈദ്യുതി, സാങ്കേതിക മീൻസ് ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികം, വന്യജീവി, ഇതുപോലെയൊക്കെ തുടങ്ങിയ കേരളത്തിൻ്റെ മീൻസ് നമ്മൾ നമുക്ക് ഈ കേരളത്തിൻ്റെ ഇതാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ കേരളത്തിലുണ്ടായ സാമൂഹിക പരിഷ്കർത്താക്കൾ, കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയാണ് 6ാമത്തെ സെക്ഷനിൽ പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് ബയോളജി. ബയോളജിയിൽ സാധാരണ എല്ലാ ഇതിലും കാണുന്ന പോലെ മെയിൻസിലും പ്രിലിംസിലും കാണുന്നത് പോലെ തന്നെ സെയിമാണ് പഠിക്കാനുള്ളത്. പക്ഷേ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പ്രിലിംസിലാണെന്ന് പറയാം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗകാരികളും, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പ്രശ്നങ്ങളും. അടുത്ത സെക്ഷനാണ് കെമിസ്ട്രിയും ഫിസിക്സും മിക്സ്ഡാണ്. 6 മാർക്കാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. ആറ്റം, അതുപോലെ തന്നെ അയിരുകൾ, ധാതുക്കൾ, മൂലകങ്ങൾ, അതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. 4 ആൻസർ ഇങ്ങനെ തന്നിട്ട് അതിൽ ശരി ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത മാത്സാണ്. മാത്സ് പഠിക്കുന്ന സമയത്ത് എഴുതി പഠിക്കുക. കാരണം പോകുന്ന ഏത് ദിവസമാണോ ആ ദിവസം വരെ നമ്മൾ എഴുതി തന്നെ പഠിക്കുക. കാരണം മാത്സ് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ട്രിക്കുകൾ നമ്മുടെ തന്നെ കോഡിട്ട് നമ്മൾ തന്നെ പഠിച്ച മാത്സ് ഈസി സെക്ഷൻ്റെ മാത്സാണ്. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കോഡിട്ട് മീൻസ് ഭയങ്കര സിമ്പിളാണ്. 10 ആർക്കും വായിക്കാൻ തരത്തിലാണ്. ഇത് നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.